ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ S25 Ultra വേഴ്സസ് സാംസങ്ങിന്റെ പഴയ S24 Ultra വെച്ചിട്ടുള്ള കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് S24 Ultrയും റൈറ്റ് സൈഡിലുള്ളത് S25 Ultrയാണ്. ഇവിടെ ബോക്സിന്റെ ഔട്ടറിൽ കാണുന്ന ഫോട്ടോയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബോക്സിന്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസ് ഒക്കെ സിമിലർ തന്നെയാണ്. S25 Ultrയിൽ പിന്നെ പുതിയ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ടൈറ്റാനിയം സിൽവർ ബ്ലൂ, ടൈറ്റാനിയം വൈറ്റ് സിൽവർ, പിങ്ക് ഗോൾഡ്, ജെറ്റ് ബ്ലാക്ക് ആൻഡ് ജെയ്ഡ് ഗ്രീൻ. 24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 25 Ultrയിൽ ജെമിനി ഇന്റഗ്രേഷൻ ഉണ്ട്, ഇംപ്രൂവ്ഡ് AI ഫീച്ചേഴ്സ് ഉണ്ട്, One UI 7 ആണ് വരുന്നത്. പിന്നെ സ്മൂത്ത് ക്യാമറ സൂം ഓപ്ഷൻ, പ്രോ അപ്പ് സ്കെയിലിംഗ് ഫീച്ചർ, ലോഗ് വീഡിയോ ഓപ്ഷൻ, പിന്നെ പ്രോ മോഡിൽ അപ്പർച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് 24 Ultrയും റൈറ്റ് സൈഡിലുള്ളതാണ് 25 Ultra. 25 Ultrയിൽ ഡിസ്പ്ലേ റിഫ്ലക്ഷൻസ് കുറച്ചുകൂടി കുറച്ചിട്ടുണ്ട്. പിന്നെ ഓൾഡർ വേർഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാക്ചേഴ്സ് പെട്ടെന്ന് വരില്ല, 29% മോർ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഒക്കെ ബ്രേക്ക് ആവാൻ 60% സ്മോളർ ചാൻസ് ഉള്ളൂ. S24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ S25 Ultrയിൽ ചെറുതായിട്ടൊന്ന് പെസൽസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50% തിന്നർ ആണ്, 7% ലൈറ്ററും ആണ്. ഇവിടെ തിന്നർ എന്ന് പറഞ്ഞത് 0.3 mm ഡിഫറൻസ് ആണ്, പക്ഷേ ലൈറ്റർ എന്ന് പറയുന്നത് 16 ഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. S24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആപ്പ് ഐക്കൺസ് ഒക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ One UI 7 പുതിയ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്റെ ചാനൽ നോക്കിയാൽ മതി. അതിൽ ഞാൻ S25 Ultraന്റെ അൺബോക്സിംഗ് വീഡിയോയും One UI 7 അപ്ഡേറ്റിന്റെ ഫീച്ചേഴ്സ് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഫോണിന്റെയും ഫിസിക്കൽ ആയിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് നോക്കാം. ഇവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെയും പൊസിഷൻസ് സിമിലർ സ്ഥലത്ത് തന്നെയാണ്, പക്ഷേ സിം എജക്ടർ ട്രെയിനിന്റെ ആ ഒരു ഹോള് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. പിന്നെ മേജർ ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളത് S25 Ultrയിലത്തെ S Penൽ ബ്ലൂടൂത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി എയർ ഗസ്റ്റേഴ്സും വർക്ക് ചെയ്യില്ല, പിന്നെ റിമോട്ടായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും പറ്റില്ല. ഇനി രണ്ട് ഫോണിലും ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ S24 Ultra കർവ്ഡും S25 Ultra ഫ്ലാറ്റും ആണ്. ഇതിന്റെ കോർണേഴ്സ് ഒക്കെ ഇപ്രാവശ്യം കർവ്ഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ടൈറ്റാനിയം ഫ്രെയിമും വരുന്നുണ്ട്. രണ്ട് ഫോൺസിലും മുകളിൽ രണ്ട് മൈക്രോഫോൺ ഹോൾസ് ഉണ്ട്, പക്ഷേ S25 Ultrയിൽ മൈക്രോഫോൺ ഹോൾസ് അടുത്താണ്. ഇനി റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വോളിയം ബ്രോക്കർ ആൻഡ് പവർ ബട്ടന്റെ പൊസിഷൻ ഒക്കെ സിമിലർ തന്നെയാണ്. വേറൊരു ഡിഫറൻസ് പറയാനുള്ളത് S25 Ultrയിൽ സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ CPU 37%, GPU 30% ആൻഡ് NPU 40% ഫാസ്റ്റർ ആണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, S24 Ultrയുടെ ഷാർപ്പ് കോർണേഴ്സും S25 Ultrയുടെ റൗണ്ടഡ് കോർണേഴ്സ് ആണ്. റൗണ്ടഡ് കോർണേഴ്സ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാൻ നല്ല സുഖമുണ്ട്. ഇനി രണ്ട് ഫോണിന്റെയും ക്യാമറ ലെൻസ് നോക്കുകയാണെങ്കിൽ S24 Ultrയുടെ ക്യാമറ ലെൻസിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് ആണ്. S25 Ultrയുടെ ലെൻസ് കുറച്ചും കൂടി ബിഗ്ഗർ ആണ് ആൻഡ് ചുറ്റും ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം ക്യാമറ കുറച്ച് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് 50 മെഗാപിക്സലിന്റെ ക്യാമറാസ് വരുന്നുണ്ട്. ഇപ്പോൾ സെന്ററിലുള്ളത് മാത്രം പഴയ പോലെ തന്നെ 200 മെഗാപിക്സൽ ആണ്. S24 Ultrയുടെ 12 മെഗാപിക്സൽ അൾട്രാ വൈഡിൽ വരുന്നത് അപ്പർച്ചർ 2.2 ആണ്. പക്ഷേ S25 Ultrയിൽ 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആണ് വരുന്നത്. അതിന്റെ അപ്പർച്ചർ 1.9 ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മോർ ബെറ്റർ ആൻഡ് ഡീറ്റെയിൽ മാക്രോ ഫോട്ടോഗ്രാഫി നമുക്ക് കിട്ടും. മാക്രോ മാത്രമല്ല, അൾട്രാ വൈഡിൽ എടുക്കുന്ന ഫോട്ടോസ് ഇപ്പോൾ മെയിൻ ക്യാമറയുടെ അതേ ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും. ഈ ഒരു ഫോൺ മേടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നോക്കിയാൽ മതി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.